വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറട്ടെ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ബ്ലെസ്സിങ് ടുഡേ കാണുന്നുണ്ട്, നിങ്ങൾക്കിതൊരു അനുഗ്രഹമാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ സുഹൃത്തുക്കളോട്, മറ്റുള്ള പരിചയക്കാരോട് ഇതിനെക്കുറിച്ച് പറയണം. ഇപ്പോൾ തന്നെ ഫോൺ എടുത്ത് ഇതുവരെ ബ്ലെസ്സിങ് ടുഡേ കണ്ടിട്ടില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമുള്ള ചിലരെ വിളിച്ച് ഈ സമയം തന്നെ ഈ ചാനൽ ട്യൂൺ ചെയ്യാൻ പറയുക. ഒരുപക്ഷെ നമ്മൾക്ക് ഒരിക്കലും സ്വപ്നത്തിൽ കാണാൻ കഴിയാത്തതുപോലെ ദൈവം അവരെ സ്പർശിച്ച് അനുഗ്രഹിച്ചെന്നിരിക്കും. സോ ഡു ദാറ്റ് റൈറ്റ് നൗ. നമുക്ക് ഈ സമയത്ത് ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഇതിനെ സാധ്യമാക്കി തീർത്ത വ്യക്തികൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, അവരുടെ പ്രയർ റിക്വസ്റ്റുകളിന് വേണ്ടി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. നല്ല കർത്താവ്, ഞങ്ങൾ ഈ സമയത്ത് കൂത്താട്ടുകുളത്തുനിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തൻ്റെ സഹോദരിക്ക് അലർജിയിൽ നിന്നും പൂർണ്ണമായ സൗഖ്യം ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സഹോദരൻ്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ സമയത്ത് അനുഗ്രഹിക്കുന്നു. താങ്ക് യു ലോർഡ്. തൃശ്ശൂരിൽ നിന്നുള്ള അഞ്ജലി പി എസിനും രോഹിത് കുമാറിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഞ്ജലിക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ചുണ്ടിലുള്ള വെളുത്ത പാടുകൾ പൂർണ്ണമായും മാഞ്ഞു പോകേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ആ സൗഖ്യം നീ കൊടുത്തതിനായി നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. എറണാകുളത്ത് നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. UAE ലൈസൻസ് എത്രയും വേഗം തനിക്ക് ലഭിക്കാൻ ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ദുബൈയിൽ നിന്നുള്ള മെറിൻ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം ഒരു കുഞ്ഞ് ഉണ്ടാകാനും കുടുംബം അനുഗ്രഹിക്കപ്പെടാനും കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്ങന്നൂരിൽ നിന്നുള്ള വെൽവിഷർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ ഭാര്യയ്ക്കും രോഗങ്ങളിൽ നിന്നുള്ള പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് നൽകണമേ. ഒരു സ്വന്തം ഭവനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുമ്പളങ്ങിയിൽ നിന്നുള്ള ചന്ദ്രന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തനിക്കും തൻ്റെ മകനും നല്ല ആരോഗ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങളിൽ നിന്ന് പൂർണ്ണമായ സൗഖ്യം കർത്താവ് നീ നൽകുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. ഈ എപ്പിസോഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഓരോ വ്യക്തിയെയും അങ്ങയുടെ നാമത്തിൽ ഈ സമയത്ത് ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം നവംബർ 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവർക്ക് ഒരു 3 കടകളുണ്ട്, ഷോപ്പുണ്ട്. പച്ചക്കറി കടയുണ്ട്, പലവ്യഞ്ജന കടയുണ്ട്, ഒരു ബേക്കറി ഉണ്ട്. 3 കടകളുണ്ട്. ഇവരെ ഭാര്യയും ഭർത്താവും കൂടി തന്നെയാണ് ഈ 3 കടകളും മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ സഹോദരി പറഞ്ഞത് രാവിലെ 8 മണിക്ക് കടയിൽ പോയി കഴിഞ്ഞാൽ രാത്രി 8 മണിയാകുമ്പോഴേക്കും ഇവർക്ക് വീട്ടിൽ തിരിച്ചെത്തത്തുള്ളൂ. 12 മണിക്കൂർ സർവീസാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കടയിൽ നിൽക്കുന്ന ഒരു പരിപാടിയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അത് നിമിത്തം കഴിഞ്ഞ വർഷം കാലിൽ ശക്തമായ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഈ സഹോദരിക്ക് കാലിൽ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. താൻ ചെക്കപ്പിന് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു വെരിക്കോസ് വെയിൻ്റെ ആരംഭമാണ് എന്ന് പറഞ്ഞു. ഈ സഹോദരി പറഞ്ഞത് ആ കാലങ്ങളിൽ അതിശക്തമായ വേദനയായിരുന്നു. ഏകദേശം 1500 രൂപയുടെ ഈ ബാൻഡൈഡ് മേടിച്ച് കാലിൻ്റെ ഇവിടെ മുതൽ കാലിൻ്റെ താഴെ വരെ താൻ ചുറ്റിയിട്ടാണ് കടയിൽ പോയിക്കൊണ്ടിരുന്നത്. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞ ഏകദേശം 6000 രൂപയുടെ എല്ലാം മരുന്ന് കഴിക്കേണ്ടി വരും, എന്നാലും
വ്യക്തമായും മോചനം ലഭിക്കത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഈ സഹോദരിയുടെ തിരക്ക് നിമിത്തം തനിക്ക് ബ്ലെസ്സിങ് ടുഡേ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തൻ്റെ ചേച്ചി ബ്ലെസ്സിങ് ടുഡേ TV പ്രോഗ്രാം സ്ഥിരമായി കാണുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ട്, ബ്ലെസ്സിങ് ടുഡേ എന്ന് പറഞ്ഞൊരു TV പ്രോഗ്രാം ഉണ്ട്, നീ അതൊന്ന് കാണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സഹോദരി ഇല്ലാത്ത സമയം ഉണ്ടാക്കി താൻ ആ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. 8 മണിക്ക് ഷോപ്പിലെത്തണം, പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ സമയമുണ്ടാക്കി രാവിലെ 7 മുതൽ കാണാൻ തുടങ്ങി. സംഭവിച്ച കാര്യം, തൻ്റെ കയ്യിൽ അതിൻ്റെ സ്ലിപ്പുണ്ട്. സഹോദരി പറഞ്ഞത് ആ ദിവസങ്ങളിൽ മുതൽ താൻ TV പ്രോഗ്രാം കാണാൻ തുടങ്ങി. ജൂൺ മാസമായപ്പോഴേക്കും ഈ ബ്രദർ ഡാമിയൻ ആ ഒരു ദിവസത്തെ മീറ്റിങ്ങിൽ, എന്നാണ് ദിവസം തനിക്ക് ഓർമ്മയില്ല, ഡേറ്റ് ഓർമ്മയില്ല, ഒരു ബ്ലെസ്സിങ് ടുഡേ കാണുമ്പോൾ ബ്രദർ ഡാമിയൻ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ തന്നെ കരങ്ങൾ നീട്ടിപ്പിടിക്കുക എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പറഞ്ഞു, ഇപ്പോൾ വെരിക്കോസ് വെയിൻ അസുഖമുള്ള വ്യക്തികളെ യേശു കർത്താവ് സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. സഹോദരി പറഞ്ഞത്, ആ സമയം തൻ്റെ കാലിൽ ഒരു തരിപ്പ് അനുഭവപ്പെടുന്നത് പോലെ തോന്നി. അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ നിമിഷം വരെ തൻ്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ വേദന പൂർണ്ണമായിട്ടും അങ്ങോട്ട് വിട്ടുമാറി. ഒരൊറ്റ അനുഭവത്തിൽ വേദന പൂർണ്ണമായിട്ട് മാറിപ്പോയി. ഓക്കെ. ഇപ്പോൾ ബാൻഡേഡ് ഒന്നും ഇല്ലാതെയാണ് താൻ പോയിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ തവണ ഇവിടെ ഏപ്രിൽ മാസത്തിൽ നടന്ന ബ്ലെസ്സിങ് ഫെസ്റ്റിവലിൽ വന്ന് സാക്ഷ്യം പറയാനായിട്ട് താൻ ഒരുങ്ങിയിരിക്കുമായിരുന്നു. ആ സമയത്താണ് വീണ്ടും തനിക്ക് ഒരു അസുഖം പിടിപെട്ടത്. ബ്രസ്റ്റിൽ ഒരു മുഴ തനിക്ക് കാണാനിടയായി തീർന്നു. അത് ഡോക്ടറുടെ അടുക്കൽ ചെക്കപ്പിന് വേണ്ടി ചെന്നപ്പോൾ ആദ്യം വിചാരിച്ചത് ക്യാൻസർ ആയിരിക്കും എന്ന് പറഞ്ഞു, പേടിച്ചിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ചെക്കപ്പൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടേഴ്സ് പറഞ്ഞു, ഇതിന് വീണ്ടും കൂടുതൽ ചെക്കപ്പിന് വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോഴെല്ലാം ഈ സഹോദരി ബ്ലെസ്സിങ് ടുഡേയിൽ കണ്ടുകൊണ്ട് പ്രയർ കോൾ സെൻ്ററിലൊക്കെ വിളിച്ചു പ്രാർത്ഥിക്കുമായിരുന്നു. സംഭവിച്ച അത്ഭുതം എന്ന് പറഞ്ഞത്, ഡോക്ടേഴ്സ് എല്ലാം ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, ഇത് വേറെ തരത്തിലുള്ള ഒരു അസുഖമൊന്നുമല്ല, ഇവർ പേടിച്ചത് ക്യാൻസർ ആയിരിക്കുമോ എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞു, ക്യാൻസർ ഒന്നുമല്ല, വെറുതെ ഒരു തടിപ്പ് മാത്രമേ ഉള്ളൂ, അതിൽ നിന്നും പഴുപ്പൊക്കെ വരുമായിരുന്നു, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സർജറി ചെയ്ത് മാറ്റിയാൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. അന്ന് സർജറി ഡേ ആയിരുന്നത് കൊണ്ടാണ് ഇവിടെ വരാൻ സാധിക്കാതിരുന്നത്. അല്ലെങ്കിൽ അന്ന് വന്നുകൊണ്ട് താൻ ഈ സാക്ഷ്യം പറയാൻ വേണ്ടി നിന്നതാണ്. രണ്ടാമത്തെ അസുഖത്തിൽ നിന്ന് കൂടെ യേശു കർത്താവ് ഈ സഹോദര്യം സൗഖ്യമാക്കി എന്ന് പറഞ്ഞാൽ, ഡോക്ടേഴ്സ് പറഞ്ഞ ചിലപ്പോൾ വീണ്ടും ഈ തടിപ്പിൻ്റെ സൈഡ് എഫക്റ്റ് നിമിത്തം വീണ്ടും പലപ്പോഴും ഇതിങ്ങനെ വീണ്ടും വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് വീണ്ടും മരുന്നുകൾ കഴിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നിപ്പോൾ ഒരു 6 മാസത്തോളമായി തൻ്റെ ശരീരത്തിൽ അങ്ങനെ ഒരു തടിപ്പ് വീണ്ടും വന്നിട്ടില്ല. സഹോദരി പറയുന്നത്, യേശു കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യമാക്കിയത് കൊണ്ടാണ് ആ മുഴ വീണ്ടും വരാത്തത് എന്നാണ് ഈ സഹോദരി പറയുന്നത്. അങ്ങനെ രണ്ട് കാര്യം, വെരിക്കോസ് വെയിൻ, പിന്നെ ഈ തടിപ്പിൽ നിന്നും യേശു കർത്താവ് സൗഖ്യം കൊടുത്തു. കൈകൾ ഒരിക്കൽ കൂടെ അടിച്ച് യേശു നന്ദി പറയും. Being in anguish, he prayed more earnestly, and his sweat was like drops of blood falling to the ground. പിന്നെ അവൻ പ്രാണവേദനയിലായി അതീവ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു. അവന്റെ വിയർപ്പ് നിലത്ത് വീഴുന്ന വലിയ രക്തത്തുള്ളികൾ പോലെയായിരുന്നു. What is happening here? എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? He was praying. യേശു കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. And as he was praying, അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, because of the pain and agony that he was going through, all the capillary of his blood vessels broke and blood oozed out, mixed with his sweat and started falling down. അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സിരകളിലൂടെ രക്തങ്ങൾ ഒഴുകുന്ന ഞരമ്പുകൾ പൊട്ടി, വിയർപ്പ് വരുന്ന ഭാഗങ്ങളിലൂടെ രക്തം വിയർപ്പിന് പകരം ഒഴുകി വരുന്നതാണ് ഇവിടെ കാണുന്നത്. That was the agony of Jesus. അതാണ് യേശു കർത്താവ് ഉള്ളിൽ അനുഭവിച്ച മനോവ്യത. Lift up your right hand. നിങ്ങളുടെ വലത് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാൽ and say this after me. എന്നോടൊപ്പം ചേർന്ന് പറഞ്ഞാലും, Jesus did it all for me. യേശു കർത്താവ് ഇതെല്ലാം എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. പറയാമോ? യേശു കർത്താവ് ഇതൊക്കെയും എനിക്ക് വേണ്ടിയാണ് ചെയ്തത്. Put your hands down. നിങ്ങളുടെ കരങ്ങൾ താഴെ. John 3:16 says, God so loved the world that he sent his only begotten son, so that anyone who believes on him shall not perish but will have
everlasting life. യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം പറയുന്നു, തന്റെ ഏകജാതനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവനെ പ്രാപിക്കുവാൻ തന്റെ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അവൻ ഈ ലോകത്തെ സ്നേഹിച്ചു. How many of you believe in Jesus? എത്ര പേർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്? How many of you believe in Jesus? എത്ര പേർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്? If you believe in Jesus with all your heart, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ you will not perish. നിങ്ങൾ ഒരിക്കലും നശിച്ചു പോകുവാൻ ഇടവരില്ല. Hallelujah. ഹല്ലേലൂയ. Because you will receive an eternal life after this life. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിന് ശേഷം നിത്യമായ ഒരു ജീവിതം കർത്താവ് നൽകുകയാണ്. Hallelujah. ഹല്ലേലൂയ. But remember, Jesus paid the price for us. മറ്റൊരു കാര്യം, നിങ്ങൾ ഒരു കാര്യം പ്രധാനമായി ഓർക്കുക. കാരണം അതിന് വേണ്ട വില യേശു കർത്താവ് കൊടുത്തത് നിമിത്തമാണ് നിങ്ങൾക്കത് ലഭ്യമാകുന്നത്. Now, we don't need to pay anything for eternal life. നമ്മുടെ നിത്യജീവൻ, നമുക്ക് നിത്യത മോക്ഷം ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമില്ല. It is totally, absolutely, perfectly free. ഇത് പൂർണ്ണമായും, ഇത് മൊത്തമായും, ഇത് സൗജന്യമായി കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തു തന്നിരിക്കുകയാണ്. Why? Because Jesus gave the price. അതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? അതിന്റെ വില മുഴുവൻ യേശു കർത്താവ് കാൽവരി ക്രൂശിൽ കൊടുത്ത് തീർത്തിരിക്കുകയാണ്. What was the price? എന്താണ് ദൈവം കൊടുത്തിരിക്കുന്ന ആ വില? The passion, the suffering he went through mentally and emotionally. യേശു കർത്താവ് തന്റെ മനസ്സിലും തന്റെ മാനസികമായ തലത്തിൽ താൻ അനുഭവിച്ച വേദനകൾ, അതാണ് അതിനുവേണ്ടി താൻ കൊടുത്ത വില. The suffering in his mind and in his emotional area was such severe that there was physical and external manifestation of the passion. തൻ്റെ ഉള്ളിൽ താൻ അനുഭവിച്ച ആ വേദനകൾ, ആ ബുദ്ധിമുട്ടുകൾ, അത് തൻ്റെ ശരീരത്തിൽ അത് വെളിപ്പെട്ട് വരത്തക്ക രീതിയിൽ അത്രയും അതികഠിനമായ വേദനയാണെന്ന് അദ്ദേഹം അനുഭവിച്ചത്. Somebody lift your hands and say thank you Jesus. ആരെങ്കിലുമൊക്കെ നിങ്ങൾ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവിനോട് പറയാമോ, യേശുവേ നന്ദി. ഉച്ചത്തിൽ പറയാമോ, യേശുവേ അങ്ങേക്ക് നന്ദി. വീണ്ടും പറയാമോ, യേശുവേ യേശുവേ അങ്ങേക്ക് നന്ദി. യേശുവേ. Now I have a question for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. Why did Jesus suffer mentally and emotionally? എന്തുകൊണ്ടാണ് യേശു കർത്താവ് തൻ്റെ മാനസികമായ തലത്തിൽ, തൻ്റെ വികാര തലത്തിൽ ഇത്രയും അധികം വേദനകളിലൂടെ കടന്നുപോയത്? Any answer? Why did Jesus go through emotional, mental stress and tension and pain and agony? എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇത്രയധികം മാനസികമായ തലത്തിൽ, വൈകാരികമായ തലത്തിൽ ഒത്തിരി അധികം വിഷമങ്ങളിലൂടെ, ഉത്കണ്ഠകളിലൂടെ കർത്താവ് കടന്നുപോയത്? I have an answer for you. ഞാൻ അതിനുവേണ്ടി ഒരു ഉത്തരം ഞാൻ നിങ്ങളോട് പറയട്ടെ. It was for the deliverance of our internal mental emotional healing and redemption. ഇത് നമ്മുടെ ഓരോരുത്തരുടെയും മാനസികമായ, വൈകാരികമായ തലത്തിലുള്ള ഒത്തിരി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരത്തിന് വേണ്ടിയാണ് യേശു കർത്താവ് അന്ന് തൻ്റെ മാനസികമായ തലത്തിൽ വേദനകൾ അനുഭവിച്ചത്. The Holy Spirit makes me understand one thing. പരിശുദ്ധാത്മാവ് ഇന്ന് ഒരു കാര്യം എന്നെ മനസ്സിലാക്കുകയാണ്. There are some people sitting here. ഇവിടെ ഇരിക്കുന്ന ആരൊക്കെയോ ചിലർ, you are going through a lot of mental stress. നിങ്ങൾ ഓരോരുത്തരും ഒത്തിരി മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയാണ്. During the night you can't just sleep. നിങ്ങൾക്ക് രാത്രികാലങ്ങളിൽ ഉറങ്ങുവാൻ കഴിയുന്നില്ല. And sometimes when you travel or work in your office or in your workplace, you are mentally upset. You are carrying a lot of pain. നിങ്ങൾ ചില സമയങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ, നിങ്ങളുടെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മാനസികമായ നിലയിൽ നിങ്ങൾ അപ്സെറ്റായി വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയാണ്. But I have a good news for you. ഞാൻ നിങ്ങൾക്കൊരു നല്ലൊരു വാർത്ത പറയട്ടെ. Jesus already suffered in the Garden of Gethsemane so that we can be emotionally and mentally healed. ഹല്ലേലൂയ. യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ താൻ മാനസികമായി
ഒത്തിരി വേദനകളിലൂടെ കടന്നുപോയി. അതെന്തിനാണെന്നറിയാമോ? നമ്മൾ ഈ മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. Now today my question is this: how many of you attending this blessing festival here wants that emotional pain healing? ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എൻ്റെ ചോദ്യം ഇതാണ്: ഇന്ന് ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ അറ്റൻഡ് ചെയ്യുന്ന എത്ര പേർക്ക് ഇതുപോലൊരു മാനസികമായ മേഖലയിൽ ഒരു സൗഖ്യം ആഗ്രഹിക്കുന്ന എത്ര പേര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്? Can you shout hallelujah? കൈകൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ. I know many of you do not have a shoulder to cry on. എനിക്കറിയാം ഒത്തിരി ആളുകൾക്കും നിങ്ങൾക്ക് തലചായ്ച്ച് കരയുവാൻ ഒരു തോളില്ല. There is no one to comfort you. ആരും നിന്നെ ആശ്വസിപ്പിക്കുവാനില്ല. But let me tell you, there is Jesus waiting for you. If you rush to him, run to him, he will embrace you and put your head on his shoulders and comfort you. എന്നാൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കർത്താവ് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടിച്ചെല്ലുകയാണെങ്കിൽ യേശു കർത്താവ് നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ ആശ്വസിപ്പിക്കുവാൻ, നിന്നെ തലോടുവാൻ, നിന്റെ ഉള്ളിൽ ആശ്വാസം പകരാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. നിനക്ക് തലചായ്ച്ച് ആശ്വാസം കണ്ടെത്തുവാൻ As I am കഴിയും. speaking these words, ഞാൻ ഈ വാക്കുകൾ the പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ healing power of Jesus is coming into your hearts. യേശു കർത്താവിൻ്റെ അസൗഖ്യമാക്കുന്ന കരങ്ങൾ നിന്റെ മനസ്സിലേക്ക്, ഹൃദയത്തിലേക്ക് വരികയാണ്. The power of the Holy Spirit is entering into your emotions, your thought realms, your memories, and healing every thought. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് നിന്റെ മനസ്സിലേക്ക്, നിന്റെ ഹൃദയത്തിലേക്ക്, വൈകാരികമായ തലത്തിലേക്ക് കടന്നു വന്ന് അവിടെ വലിയൊരു സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ്. After Jesus was arrested in the Garden of Gethsemane, യേശു കർത്താവ് ഗെത്സമനെ തോട്ടത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യുവാൻ ഇടയായതിനു ശേഷം he was taken, യേശു കർത്താവ് and later they put a crown of thorns on his head. യേശു കർത്താവിനെ അവർ പിടിച്ചു കൊണ്ടുപോയി അതിനുശേഷം ഒരു മുൾക്കിരീടം തൻ്റെ തലയിൽ വെക്കുവാൻ ഇടയായി തീർന്നു. And that tells me that Jesus wore the crown of thorns so that we will be delivered in this area. ഞാൻ വിശ്വസിക്കുന്നു യേശു കർത്താവ് ആ മുൾക്കിരീടം അണിഞ്ഞത്, അത് ധരിച്ചത് നമ്മൾ ഈ നമ്മുടെ തലയുടെ ഭാഗത്ത് ഒരു സൗഖ്യം പ്രാപിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും ചേർന്ന് പറഞ്ഞ യേശു മുൾക്കിരീടം ചൂടിയത്, മുൾക്കിരീടം ചൂടിയത്, ഞാൻ കൊണ്ട് നടക്കുന്ന, എൻ്റെ തലയിൽ കൊണ്ട് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു വിടുതൽ നൽകാൻ വേണ്ടിയാണ്. ഒന്നുകൂടെ പറയാം, യേശു മുൾക്കിരീടം ചൂടിയത്, ഞാൻ കൊണ്ട് നടക്കുന്ന, ഞാൻ ചുമന്നോണ്ട് നടക്കുന്ന എൻ്റെ ചിന്തകളിലെ, ഓർമ്മകളിലെ പ്രശ്നങ്ങളും ഭാരങ്ങളും മാറിപ്പോകേണ്ടതിന് വേണ്ടിയാണ്. കൈകൾ രണ്ടും ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാം. ശക്തിയോടെ ഹല്ലേലൂയ. So number one, he suffered in his mind. ഒന്നാമതായി യേശു കർത്താവ് അനുഭവിച്ചത് തന്റെ മാനസികമായ തലത്തിലാണ്. And mainly he suffered in the Garden of Gethsemane. അത് പ്രധാനമായും താൻ അനുഭവിച്ചത് ഗെത്സമനെ തോട്ടത്തിൽ വെച്ചാണ്. Secondly, he suffered in his body. രണ്ടാമതായി തന്റെ ശരീരത്തിലാണ് താൻ വേദനകൾ അനുഭവിച്ചത്. And this was mainly on the cross. ഇത് പ്രധാനമായും കാൽവറി കുരിശിലാണ്. Even before that, after the arrest, he was tortured. അദ്ദേഹത്തിന്റെ അതിനു മുൻപ് തന്നെ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം ഒത്തിരി വേദനകൾ, പീഡനങ്ങളിലൂടെ കടന്നുപോയി. 40 minus 1, 39 times he was beaten with a lash. അദ്ദേഹത്തെ 39 തവണ ചാട്ടവാറുകൊണ്ട് അദ്ദേഹത്തെ അടിക്കുവാനിടയായി തീർന്നു. Isaiah 53 and verse number 5 says, യെശയ്യാവ് 53ന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, but he was pierced for our transgressions, he was crushed for our iniquities, the punishment that brought us peace was on him, and by his wounds we are healed. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. Every suffering Jesus went through has a meaning.
യേശു കർത്താവ് അനുഭവിച്ചു പോകുന്ന എല്ലാ പീഡനങ്ങൾക്കും ആ ബുദ്ധിമുട്ടുകൾക്കും അതിനൊരു അർത്ഥമുണ്ട്. And it brings a special healing or redemption or salvation in a special area of our life. അത് ആ മേഖലകളിൽ, ആ പ്രത്യേകമായ മേഖലകളിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ സൗഖ്യമോ അനുഗ്രഹങ്ങളോ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് വേദനകൾ അനുഭവിച്ചത്. This verse says, Isaiah says, he was bruised, he was crushed, and there were stripes on his back because of the lashing or whipping. അവിടെ പറയുന്നു, യെശയ്യാവിൽ പറയുന്നു, അദ്ദേഹം തൻ മുറിവേറ്റും ശരീരം തകർന്നും, അത് മാത്രമല്ല ആ ചാട്ടവാറ നിമിത്തം അദ്ദേഹത്തിന്റെ പുറം മുഴുവൻ ആ ഉഴവുചാല് പോലെ കീറിയുമിരുന്നു എന്നാണ് പറയുന്നത്. And he says, by his wounds we are healed. അത് മാത്രമല്ല അവിടെ പറയുന്നത്, തന്റെ അടിപ്പിണരുകളാൽ നാം സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. 1 Peter chapter 2 and verse number 24. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യം. We read, he himself bore our sins in his body on the cross so that we might die to sins and live for righteousness. By his wounds we have been healed. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്കായി ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങൾ ചുമന്നുകൊണ്ട് ക്രൂശിലേറി അവൻ്റെ മുറിവുകളാൽ നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. In some of the translations we read, by his stripes we are healed. ചില തർജ്ജിമകളിൽ പറയുന്നു, തൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. Hallelujah. ഹല്ലേലൂയ. That means when Jesus was beaten, അതിന്റെ അർത്ഥം യേശു കർത്താവിന് അടിയേറ്റപ്പോൾ many times there were cuts and bruises on his back. അദ്ദേഹത്തിന്റെ ശരീരം ഒത്തിരി തവണ അത് മുറിഞ്ഞ് അത് ഒത്തിരി കീറുവാനിടയായി തീർന്നു. Pieces of flesh scattered around. യേശു കർത്താവിന്റെ പുറത്ത് ഒത്തിരി മാംസ തുണ്ടങ്ങൾ അത് ചിന്നി ചിതറുവാനിടയായി തീർന്നു. And there were a lot of stripes here. അവിടെ നിന്ന് ഒത്തിരി മുറിവുകൾ, പാടുകൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും. Now listen to me. എന്നെ ശ്രദ്ധിച്ചാലും Some people say Jesus has only 5 wounds. പല ആളുകൾ പറയുന്ന യേശു കർത്താവിന് 5 മുറിവുകൾ, 5 തിരുമുറിവുകൾ മാത്രമേ. Some others say no, there are 6. ചില ആളുകൾ പറയുമ്പോൾ 5 അല്ല 6 മുറിവുകളുണ്ട്. If you ask me, I will say you cannot count the wounds Jesus had on his body. ഞാൻ എന്നോട് ചോദിക്കുകയാണ്, ഞാൻ പറയും, യേശു കർത്താവിന്റെ മുറിവുകൾ നമുക്ക് ഒരിക്കലും അത് എണ്ണുവാൻ കഴിയുകയില്ല. So many places all over his body he was bruised and crushed. അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ എല്ലായിടത്തും അദ്ദേഹം മുറിവേറ്റ് തകർന്നിരുന്നു. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഉദയപൂർ നവംബർ 25 ബുധൻ. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. വിവേകാനന്ദ ഓഡിറ്റോറിയം, മോഹൻലാൽ സുഖാദിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ്, ഉദയപൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ട നവംബർ 26 വ്യാഴം. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഇമ്മാനുവൽ മിഷൻ ചർച്ച് ഓഡിറ്റോറിയം, കോട്ട ജംഗ്ഷൻ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഡൽഹി നവംബർ 27 വെള്ളി. സമയം വൈകിട്ട് 5 മുതൽ 8 വരെ. സെയിന്റ് തോമസ് ചർച്ച് ഓഡിറ്റോറിയം, സെയിന്റ് തോമസ് കമ്മ്യൂണിറ്റി ഹാൾ, 59 മന്ദിർ മാർഗ് പോലീസ് സ്റ്റേഷന് സമീപം, ന്യൂഡൽഹി 110001. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ജയ്പൂർ നവംബർ 28 ശനി. സമയം വൈകിട്ട് 6 മുതൽ 9 വരെ. ഭാരതം ഓഡിറ്റോറിയം, ടാഗോർ പബ്ലിക് സ്കൂൾ ക്യാമ്പസ്, വൈശാലി നഗർ, നാഷണൽ ഹാൻഡ്ലൂമിന് എതിർവശം, ജയ്പൂർ, രാജസ്ഥാൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കൊല്ലം നവംബർ 13 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മുനിസിപ്പൽ ടൗൺ ഹാൾ, കൊല്ലം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കോട്ടയം നവംബർ 14 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. മാമൻ മാപ്പിള ഹാൾ, KK റോഡ്, കോട്ടയം. നമുക്ക് ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, രോഗികൾക്ക് വേണ്ടി ആദ്യമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായുള്ള ചില പഴകിയ രോഗങ്ങൾ, ഒരുപക്ഷെ 25-30 അതിലധികമോ
വർഷങ്ങൾ പഴക്കമുള്ള ആസ്മ, അതുപോലെ പഴക്കമുള്ള മറ്റ് ചില രോഗങ്ങൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യം സ്വീകരിക്കട്ടെ, ഇൻ ജീസസ് നെയിം. അതുപോലെ ഈ മൂക്കിൻ്റെ അകത്ത് മാംസം വളർന്ന് ശ്വാസോച്ഛ്വാസത്തിന് ബുദ്ധിമുട്ടുള്ള ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ അവരിപ്പോൾ സ്വസ്ഥമാകട്ടെ, സ്വതന്ത്രമാകട്ടെ. മൂക്കിൻ്റെ അസ്ഥി വളഞ്ഞിരിക്കുന്നൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കും, ഇൻ ജീസസ് നെയിം. ബ്രസ്റ്റിൽ ലംബുള്ള ചില സഹോദരിമാർ, ആ മുഴകൾ, ട്യൂമറസ് ഗ്രോത്തുകൾ യേശു കർത്താവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, സൗഖ്യമാകട്ടെ, ഇൻ ജീസസ് നെയിം. വിവിധ രീതിയിലുള്ള ക്യാൻസറുകൾ മാറട്ടെ. ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ മാറുകയാണ്, ലുക്കീമിയ സൗഖ്യമാകട്ടെ. ലിംഫോമ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതുപോലെ ലിവർ സിറോസിസ് പൂർണ്ണ സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രവർത്തിക്കാത്ത കിഡ്നികൾ യേശുവിൻ്റെ നാമത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങട്ടെ. താങ്ക് യു ലോർഡ്. രമ എന്നു പേരുള്ളൊരു സഹോദരി, കിഡ്നികൾക്ക് തകരാറുള്ള രമ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. നിങ്ങളെവിടെയാണെങ്കിലും വലിയൊരു സൗഖ്യം കർത്താവ് നൽകുകയാണ്. കൂടാതെ ഒരു ആക്സിഡൻറ്റിന് ശേഷം ഇതുവരെ പൂർണ്ണമായി റിക്കവർ ചെയ്തിട്ടില്ലാത്ത ചില വ്യക്തികൾ ഈ എപ്പിസോഡിൽ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവിക സൗഖ്യം അവരിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു, ഇൻ ജീസസ് നെയിം. വേഗത്തെ സൂൺ റിക്കവർ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. താങ്ക് യു ലോർഡ്. ഇടയ്ക്കിടയ്ക്ക് തലചുറ്റി വീഴുന്നൊരു വ്യക്തി, രോഗകാരണം കണ്ടുപിടിക്കാൻ സാധിക്കുന്നുമില്ല, യേശു കർത്താവിൻ്റെ നാമത്തിൽ അവർ സൗഖ്യമുണ്ടാകട്ടെ. അപസ്മാര രോഗം, ഫിറ്റ്സ് സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും, പ്രയാസങ്ങൾ എന്താണെങ്കിലും, ഞാനത് എടുത്തു പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് വിടുതലുകൾ സ്വീകരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതൽ കർത്താവെ നീ പകരുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ചെയ്തതിനായി നന്ദി, വിടുതലുകൾക്കായി നന്ദി പറയുന്നു, ജീസസ് നെയിം, ആമേൻ. അടുത്ത ആഴ്ചയിൽ ഇപ്പോഴേ ഞാൻ പറയുകയാണ്, ചില ആഴ്ചകൾക്ക് മുമ്പ് നടന്ന ബ്ലെസ്സിങ് സെൻറ്റർ ആനുവൽ കോൺഫറൻസിൽ നിന്നുള്ള പ്രത്യേകമായ സന്ദേശങ്ങൾ, ഇൻസ്റ്റൻറ്റ് ഹീലിംഗ്, ആ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ അത്ഭുതകരമായ ഇൻസ്റ്റൻറ്റേനിയസ് മിറക്കിൾസ് ഹീലിങ്സ് നടന്നു. ഇതെല്ലാം അടുത്ത ആഴ്ചയിലാണ് ടെലികാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് കാണാൻ മറക്കരുത്. അഥവാ ഒരു എപ്പിസോഡ് കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ www.blessingtoday.tv എന്ന വെബ്സൈറ്റിൽ ഏത് സമയത്ത് ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. മാത്രമല്ല 40 ഞായറാഴ്ചകളിലായി നൽകപ്പെട്ട കൊലോസ്യ ലേഖന പഠന പരമ്പരയുടെ MP3 ഫോമാറ്റിലുള്ള 4 പാർട്ട് CD സെറ്റ് അവൈലബിൾ ആണ്. ആവശ്യമുള്ളവർക്ക് സ്ക്രീനിലെ നമ്പറിൽ വിളിക്കാം. എൻ്റെ പ്രാർത്ഥന ഡയറി, ആശിഷമാരി, വിന്നേഴ്സ് ഫാക്ടറി, വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പുസ്തകം, ഇതെല്ലാം ആവശ്യമുള്ളവർക്ക് വിളിക്കാം. കർത്താവ് ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നാളത്തെ എപ്പിസോഡ് കാണാൻ മറക്കരുത്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.